ഇപ്പോഴിതാ തിയോഫിൻ കൂടി ചേരുന്നുണ്ട്. തിയോഫിൻ അങ്ങനെ കൊട്ടിക്കലാശം വലിയ ആവേശത്തിൽ ഇതാ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിശബ്ദ പ്രചരണത്തിന് മണിക്കൂറുകളാണ്. തിയോഫിൻ. ശ്രീനിധി, പരസ്യ പ്രചരണം അവസാനിച്ചിരിക്കുന്നു. ദിവസങ്ങൾ നീണ്ട പരസ്യ പ്രചരണം വലിയ ആവേശമായിരുന്നു കൊച്ചിയിലുണ്ടായിരുന്നത്. നമ്മളുള്ളത് കൊച്ചി കളമശ്ശേരിയിലെ കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലത്തായിരുന്നു. ഇവിടെ വളരെ ആവേശത്തോടു കൂടിയാണ് അവസാന മണിക്കൂറുകളിൽ ഈ കൊട്ടിക്കലാശം അല്ലെങ്കിൽ പ്രചാരണത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടം മന്ത്രി പി രാജീവ് ഉൾപ്പെടെ ഉള്ള നേതാക്കളൊക്കെ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ കൊച്ചിയെ സംബന്ധിച്ച് വലിയ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്കൊക്കെ വലിയ ആവേശമുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടിയാണ്. കാരണം നിരവധി കാരണങ്ങളുണ്ട്. ആ ഒരു പ്രതീക്ഷയ്ക്ക് തന്നെ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. മുന്നണികളെല്ലാം പ്രതീക്ഷയിലാണ്. ഒപ്പം ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ കുറച്ചധികം പ്രതീക്ഷയിലാണ്. കാരണം ആദ്യഘട്ടം മുതൽ തന്നെ പ്രചാരണത്തിൽ മുന്നേറാൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിരുന്നു. ഇതുകൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷൻ, അതോടൊപ്പം തന്നെ നമ്മളുള്ള കളമശ്ശേരി ആണെങ്കിൽ കളമശ്ശേരി നഗരസഭയിൽ UDF ഭരണമാണ്. പക്ഷേ സർക്കാരിൻ്റെ നിരവധി പ്രവർത്തനങ്ങൾ ഈ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും എത്തിക്കാൻ സാധിച്ചു. പക്ഷേ പലപ്പോഴും ലഭ്യമാകുന്ന പദ്ധതികൾ പലതും വാങ്ങിയെടുക്കാനുള്ളൊരു മികവ് ഒരുപക്ഷെ അല്ലെങ്കിൽ അതിനുള്ളൊരു ശ്രമം പലപ്പോഴും ഈ UDF ഭരിക്കുന്ന ഇവിടെ കൊച്ചിയിലെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഉണ്ടായില്ല എന്നത് വിഷമപൂർവ്വം നമുക്കത് പറയേണ്ടത് കൂടിയാണ്. എന്തായാലും വലിയ ആവേശത്തോടു കൂടി ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സമീപ നഗരസഭകളൊക്കെ കണ്ടതാണ്. തൊട്ടടുത്തുള്ള തൃപ്പൂണിത്തുറ, തൃക്കാക്കര, കളമശ്ശേരി നഗരസഭകളൊക്കെ UDF ഭരിക്കുമ്പോൾ ഇവിടെ പലയിടത്തും മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ പരാജയമാണ്. ലൈഫ് പദ്ധതി ഉൾപ്പെടെ നടപ്പാക്കാൻ ഇവിടെ സാധിച്ചിട്ടില്ല. ഇത്തരം കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വോട്ട് തേടിയത്. കാരണം 5 വർഷം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചൊരു സർക്കാർ സംസ്ഥാനത്തുണ്ടായിട്ട് ആവശ്യമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, സർക്കാർ നൽകുന്ന പദ്ധതികൾ ജനങ്ങളിലേക്ക് മുഴുവനായി എത്തിക്കാൻ സാധിക്കാതെ പോയി എന്നതാണ് ഈ പല നഗരസഭകൾക്കും വലിയ തിരിച്ചടിയാവാനുള്ള ഒരു സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ ജനങ്ങൾ വലിയ ആവേശത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും മികവുറ്റ രീതിയിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താൻ LDF സ്ഥാനാർത്ഥികൾക്ക് സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ടത്. കാരണം തന്നെയുമല്ല, ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് വർഗീയ ശക്തികളുമായി UDF കൂട്ടുകെട്ടുണ്ടാക്കി എന്നത് വലിയ തിരിച്ചടിക്ക് വഴിയൊരുക്കുന്നുണ്ട്. പറവൂരിൽ നിന്നും തുടങ്ങിയ ആ കൂട്ടുകെട്ട് ജമാഅത്ത് ഇസ്ലാമിയുമായി ഒരു ഭാഗത്ത് കൂട്ടുകെട്ടുണ്ടാക്കുമ്പോൾ മറ്റൊരിടത്ത് BJPയുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നു. പല തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിലും ഡിവിഷനുകളിലുമൊക്കെ BJPയുമായി നീക്കുപോക്കുണ്ടാക്കും ധാരണയുണ്ടാക്കിയിട്ടുണ്ട് UDF. പ്രത്യേകിച്ച് അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ്. BJPയെ ചില ഡിവിഷനുകളിൽ അങ്ങോട്ട് സഹായിക്കുമ്പോൾ തിരികെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സഹായിക്കാനുള്ള രീതികളുണ്ട്. അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം പലയിടത്തും സ്ഥാനാർത്ഥികളുടെ പ്രചരണം പോസ്റ്റർ പോലും കാണാനില്ലാത്ത നിലയുണ്ട്. പ്രത്യേകിച്ച് UDFിലെ ഘടകകക്ഷികൾ മത്സരിക്കുന്ന സീറ്റുകളിലാണെങ്കിൽ അത് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും കാര്യമായി പ്രചാരണത്തിന് ഇറങ്ങിയിട്ടില്ല എന്നതുകൂടി എടുത്തുപറയേണ്ടതാണ്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം LDF തന്നെ ചൂണ്ടിക്കാണി LDF നേതാക്കൾ പറയുകയും ചെയ്തിരുന്നു, കൊച്ചിയിൽ ഘടകകക്ഷികൾ മത്സരിക്കുന്ന സീറ്റുകളിൽ ഒരുപക്ഷെ കോൺഗ്രസിന്റെ വോട്ട് ചോരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ച് ശരി തിയോഫിൻ, അങ്ങനെ കൊച്ചിയിലെ തെരഞ്ഞെടുപ്പ് ആവേശം ഒട്ടും ചോരുന്നില്ല.